ടൊയോട്ടോ ഫോർച്യൂണറിന്റെ പുതിയ മോഡലായ TRD സ്പോർട്ടീവോ SUV ഇന്തോനേഷ്യ ഇന്റർനാഷണൽ ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ചു. തായ്ലൻഡിലുള്ള സ്പോർട്ടീവോ 2വിന്റെ TRD പതിപ്പല്ല പുതിയ ഫോർച്യൂണർ. നിലവിലുള്ള പതിപ്പിന്റെ നവീകരിച്ച മോഡലാണ് പുതിയ തലമുറയിൽപ്പെട്ട ഫോർച്യൂണർ. പഴയ വാഹനത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് കമ്പനി വരുത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഫോർച്യൂണർ TRD സ്പോർട്ടീവോയിൽ കമ്പനി പരിഷ്കരണങ്ങൾ നടപ്പാക്കിയിരിക്കുന്നതെന്ന് ടൊയോട്ടോ എക്സിക്യൂട്ടീവ് ജനറൽ മാനേജർ ഫ്രാൻസിസ്കസ് സോർജോ പ്രൊനോട്ടോ വ്യക്തമാക്കി. വാഹനത്തെ പരുക്കനും അഗ്രസീവുമാക്കി തീർക്കുക എന്നതായിരുന്നു ഉപഭോക്താക്കളുടെ പ്രധാന ആവശ്യം. അതിനാൽ എല്ലാ ഭൂപ്രദേശങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് പുതിയ മോഡലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ മോഡലിലെ പരിഷ്കരണങ്ങൾ ഭൂരിഭാഗവും പുറമോടിയിലാണ്. ബമ്പറുകൾ, ഫോക്ക് ലാമ്പുകൾ, ഗ്രിൽ, ബോണറ്റ്, കറുത്ത നിറത്തിലുള്ള അലോയ് വീലുകൾ എന്നിവയിലെല്ലാം പ്രകടമായ മാറ്റങ്ങൾ കാണാം. കൂടാതെ മുൻഭാഗത്ത് സിൽവർ നിറത്തിലുള്ള അണ്ടർഗാർഡുകളും പുതിയ ഫോർച്യൂണറിന്റെ പ്രത്യേകതയാണ്. റിയർ ബമ്പറിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കിക്ക് സെൻസറാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു മാറ്റം. വാഹനത്തിന്റെ പഴയ കരുത്ത് നിലനിർത്തിയാണ് പുതിയ പതിപ്പും എത്തുന്നത്. പഴയ വാഹനത്തിൽ 2.4 ലിറ്റർ VRS AT ഡീസൽ എഞ്ചിനും 2.7 ലിറ്റർ SRS AT പെട്രോൾ എഞ്ചിനുമായിരുന്നു ഉണ്ടായിരുന്നത്. 2.7 ലിറ്റർ ഡീസൽ എഞ്ചിൻ 147.5 bhp കരുത്തിൽ 400 Nm ടോർക്ക് സൃഷ്ടിച്ചിരുന്നു. 2.7 ലിറ്റർ 4 വീൽ ഡ്യുവൽ VVTi പെട്രോൾ എഞ്ചിൻ 167.5 bhp കരുത്തിൽ 242 Nm ടോർക്കും സൃഷ്ടിക്കും. ഇന്ത്യയിൽ 26.4 ലക്ഷം രൂപയായിരുന്നു നിലവിലെ ടൊയോട്ട ഫോർച്യൂണറിന്റെ വില. പുതിയ പതിപ്പിൽ ഫോർച്യൂണറിന്റെ 2 പെട്രോൾ പതിപ്പുകളായിരിക്കും ലഭ്യമാവുക. 2.7 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ പതിപ്പിലുണ്ടാവുക. ഇവ 164 bhp കരുത്തിൽ 245 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കും. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാകും പെട്രോൾ എഞ്ചിനിൽ ലഭിക്കുക. ഡീസൽ പതിപ്പിന്റെ 4 മോഡലുകളാവും ഫോർച്യൂണറിന്റെ ശ്രേണിയിൽ ഉണ്ടാവുക. 2.8 ലിറ്റർ ടർബോചാർജ്ഡ് എഞ്ചിനാകും ഡീസൽ പതിപ്പിൽ. 174 bhp കരുത്തിൽ 420 Nm ടോർക്ക് വാഹനം സൃഷ്ടിക്കും. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിരിക്കും ലഭിക്കുക. 29.84 ലക്ഷം രൂപയ്ക്കും 33.60 ലക്ഷം രൂപയ്ക്കും ഇടയിലായിരിക്കും പുതിയ ടൊയോട്ട ഫോർച്യൂണറിന്റെ വില. വിപണിയിൽ ഹോണ്ട CR-V, ഫോർഡ് എൻഡവർ, സ്കോഡ കൊഡിയാക്, മഹീന്ദ്ര ആൾട്യൂറാസ് G4 തുടങ്ങിയ SUVകളുമായാണ് ടൊയോട്ട ഫോർച്യൂണറിന്റെ മത്സരം. എന്നാൽ ഈ ശ്രേണിയിലുള്ള ഫോർഡ് എൻഡവർ അടക്കമുള്ള മറ്റു എതിരാളികളുടെ വിൽപ്പന നോക്കിയാലും വളരെയധികം മുന്നിലാണ് ഫോർച്യൂണർ. 1 ലക്ഷത്തിൽ പരം ടൊയോട്ട ഫോർച്യൂണറുകളാണ് ഇന്ന് ഇന്ത്യൻ നിരത്തിൽ ഓടുന്നത്. പ്രതിമാസം ശരാശരി 1500 യൂണിറ്റുകളുടെ വിൽപ്പന ഫോർച്യൂണർ നേടുന്നുണ്ട്. അവതരിച്ച കാലം തൊട്ട് ഇന്നുവരെ ഫോർച്യൂണറിന് പ്രചാരം കുറഞ്ഞിട്ടില്ല. 2009 3 ലിറ്റർ എഞ്ചിനോടൊപ്പമായിരുന്നു ടൊയോട്ട ഫോർച്യൂണർ വിൽപ്പനയ്ക്ക് വന്നത്. ആദ്യ തവണ 4x4 സംവിധാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ SUVയുടെ പ്രചാരം കണ്ട ടൊയോട്ട തൊട്ടടുത്ത വർഷം തന്നെ 4x2 പതിപ്പിനെയും വിപണിയിൽ കൊണ്ടുവരികയായിരുന്നു. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നൽകാനുള്ള ടൊയോട്ടയുടെ തീരുമാനവും ഫോർച്യൂണറിന്റെ സ്വീകാര്യത കൂട്ടുന്നു.